ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ദിവസം തുടങ്ങിയതെങ്കിലും അവസാനിക്കുന്നത് വളരെ വിഷമത്തോടെയാണ് കേട്ടോ. എനിക്ക് വയറാണെങ്കിൽ അത്രയും വേദനിക്കുന്നുണ്ട്, കാലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പീരീഡ്സ് ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാല് വേദന കേട്ടോ. എനിക്കറിയില്ല ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ. ഞാൻ നിയമോക്ക് ലോഷൻ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തിരിച്ച് അവൾ എനക്കൂടെ പുരട്ടി തരികയാണ്. കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. സെബാമൈഡിൻ്റെ സ്മെല്ല് കൊണ്ടാണോ എന്താണെന്നറിയില്ല, അവൾക്കത് കഴിക്കാൻ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പുരട്ടി കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ 100 കാര്യം ഞാൻ പറഞ്ഞ് സോപ്പിടണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മിതു എന്നെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഞാനിതൊക്കെ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളിതെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഇതെന്തൊരു പായ്യാരാ മക്കളെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നേ. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് സുഖമില്ലാത്ത സമയത്താണെങ്കിലും, അതായത് വയ്യാത്ത സമയത്താണെങ്കിലും സന്തോഷമുള്ള സമയത്താണെങ്കിലും എനിക്ക് കുറച്ച് തിന്നാൻ കിട്ടിയാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെട്ടോളൂ. ഇത് എന്നെ വിഷമത്തിലാക്കാണ്ട് നോക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വിഷമം വന്നാൽ പിന്നെ ഞാൻ ഒരാൾക്കൊന്നും വെക്കാണ്ട് കഴിക്കും കേട്ടോ. സാധാരണ പിണങ്ങിയാലൊക്കെ എല്ലാവരും കഴിക്കാണ്ടൊക്കെയാണ് കിടന്ന് തീർക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ വയറ് നിറച്ചും കഴിച്ചിട്ട് നല്ല അന്തസ്സിൽ കിടന്നുറങ്ങും. അതിൻ്റെ ഇടയിൽ ഈ വരുന്ന 25-ാം തീയതി മിഥുവിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അങ്ങ് വടകരയിൽ നിന്ന് ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. പെട്ടെന്ന് അതെന്നോട് അങ്ങ് തുറന്നു പോയിടും. എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ട് എല്ലാം പൊളിഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് ഈ സർപ്രൈസ് ഒന്നും അധികം കാത്തു സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ സർപ്രൈസ് പൊളിഞ്ഞതിൻ്റെ വിഷമം ലിയമോളോടും മിഥുവിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലിയമോളാണെങ്കിൽ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഈ പാസിഫറും കൊണ്ട് എന്തൊക്കെയോ കോപ്രായം കളിച്ച് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരും വരെ ബൈ.